എന്താണിപ്പോ സിറാജുലുദക്ക് അത്ഭുതമൊന്നുമില്ലേ? സിറാജുലുദയ്ക്ക് നേർച്ചകളൊന്നും വരാറില്ല എന്ന് പാട്ടിൽ ചോദിച്ച പോലെ എന്താപ്പാ അവസ്ഥ? പേടി കേൾക്കണില്ലല്ലോ. ഒരു കാലത്ത് ഇത് മാത്രമായിരുന്നു പണി. ഇപ്പൊ നേരെ എതിര് പറയാണ്. അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങൾക്ക് ദീനിൽ ഒരു വിലയുമില്ല എന്നല്ല പറയുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുണ്ടൂർ ഉറൂസിൽ മുഴുവനും കുണ്ടൂർ ഖാദിറോലയുടെ മദ്ഹ മുഴുവൻ അത്ഭുത പറയുന്നത്. ഖാദിറോലയെ ഇൻസൾട്ടാക്കിയ ആളെ കട കത്തിപ്പോയതൊക്കെ ഉണ്ട്. ഒരുപാട് സംഭവം ഉണ്ടൊക്കെ വരാണ്ട്. അടിരിക്കട്ടെ. ഒരാൾ മധു പറഞ്ഞ് ഭൂസൂരി ഇമാമിനേക്കാൾ ഉഷാറാണെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒക്കെ നല്ലതാണ്, ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും കണക്കിന് തരുന്നുണ്ട്. അങ്ങനെ കുണ്ടൂർ ഉസ്താദ് നല്ലൊരു മനുഷ്യനാട്ടോ, അത് വേറൊരു കാര്യം. ഞാൻ മൂപ്പരെക്കുറിച്ചല്ല പറയുന്നത്. മൂപ്പരെക്കുറിച്ച് ഇവർക്ക് തൊടാൻ അധികാരമല്ല. മൂപ്പരെക്കുറിച്ച് അന്ന് തന്നെ ഇവർക്ക് വിശ്വാസമല്ല. നമ്മളന്ന് ഇയാസുനി പഠിക്കുന്ന കാലത്ത് തന്നെ കുണ്ടൂർ ഉസ്താദ് അവിടെ വരും. ഒരിക്കൽ മസ്ബൂക്കായി തുടർന്നതാണ്. 4ാമത്തെ റക്അത്തിലാണ് കുണ്ടൂർ ഉസ്താദ് മസ്ബൂക്കായത്. ഇമാമു സലാം വിട്ടേക്കും മുപ്പരും സലാം വിട്ടി ചോയി. അന്നവിടെ വലിയ ചർച്ചയായിരുന്നു അത്. കുണ്ടൂർ ഉസ്താദിനെ പോലെ പിന്നെ രൂപത്തിൽ കുണ്ടൂർ ഉസ്താദ് നിങ്ങളെ കൂടുതൽ പറഞ്ഞാൽ ഞങ്ങളൊന്ന് ബയാൻ ചെയ്ത് അങ്ങക്ക് മൂപ്പരെടുത്ത് പോകാൻ പറ്റൂല കേട്ടോ, ഉറപ്പായിട്ട് പോകാൻ പറ്റൂലെന്ന്. മൂപ്പര് വീഡിയോ കളിക്കാത്ത നേരമുണ്ടോ? ഇവർക്ക് എങ്ങനെ അത് പറ്റിയ? അത് വേറെ കാര്യം. ഞങ്ങൾ കുണ്ടൂർ ഉസ്താദിന്റെ പേരിൽ ഞെളിയാൻ നോക്കണ്ട, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു മഹാനെ നിങ്ങൾക്ക് പറ്റൂല. കാരണം നിങ്ങളുടെ റേഞ്ചിന്റെ അപ്പുറത്ത് അതൊക്കെ. എന്നിട്ട് മൂപ്പരിങ്ങനെ പറയാ റാബിയത്തുൽ അദവിയ ബീവി. ആ പേരൊന്നും പറയാൻ താങ്കൾക്ക് എന്ത് അധികാരം? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രധാനിയാവര്. റാബിയത്തുൽ അദവിയ ബീവിയുടെ കറാമത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ട് പെണ്ണുങ്ങളെ നിങ്ങളെ അമല് ചെയ്യുമ്പോ കറാമത്തുണ്ടാകണമെന്ന് ആലോചിക്കല്ല. എന്തൊക്കെ ഇയാളോട് തന്നെയല്ലേ ഇത് പറയണ്ട്? ഇങ്ങനെ ഒരു പൊട്ടൻ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ഒരാളിപ്പോ പുതിയ പ്രസംഗം കേട്ടോക്കി. സ്ത്രീകളെ നിങ്ങൾ സൽക്കർമ്മം ചെയ്തോളൂ, നല്ല കാര്യം പ്രവർത്തിച്ചോളൂ. പക്ഷേ റാബിയത്തുൽ കറാമത്ത് കേൾക്കുമ്പോ, നഫീസത്തുൽ മിസ്രിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അതുപോലെ മഹദികളായ ഉമ്മു സലീം ബീവിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അങ്ങനെ ഐഷ ബീവിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അങ്ങനെ മഹദികളുടെ കറാമത്ത് കേൾക്കുമ്പോ എനിക്കും കുറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മനസ്സിലാക്കി സൽക്കർമ്മത്തിനൊരുങ്ങല്ലേ. അത്ഭുതത്തിന് ഇവിടെ വിലയില്ല. അത്ഭുതം ദജ്ജാല് വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും, ഇബ്ലീസ് വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേ മുൻഗാമികളായ മഹാന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, ഉമയ്യ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ചില ചങ്ങാതിമാരുണ്ടായിരുന്നു. അവര് കാണിച്ച അത്ഭുതങ്ങൾ എത്രയാണ്! അവരിയ്ക്കുന്ന മാർബിളിന് മുട്ടിയാൽ മാർബിൾ ഉറക്കെ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ സിറാജുലതൊക്കെ എങ്ങനെ അത്ഭുതം ഉണ്ടായത്? ഇപ്പോൾ അതിന് ഉത്തരം കിട്ടിയത് അത് ദജ്ജാലിനുണ്ടാവും. അപ്പൊ കാലത്തെ ദജ്ജാലിന് ചില അത്ഭുതങ്ങൾ കട്ടെടുത്തുണ്ടാക്കിയതാണ്. അതാണ് ഇപ്പൊ ഉത്തരം കറക്റ്റ് കിട്ടിയത്. ഇത് കണ്ടെങ്കിൽ അത്ഭുതങ്ങൾക്ക് ഇവിടെ വിലയില്ല. ആകെ ലോക ചരിത്രത്തിൽ ഒരു ബിൽഡിങ്ങിന്റെ കറാമത്ത് എഴുതിയ ബുക്ക് കണ്ടില്ല നിങ്ങൾ? സിറാജുൽ ഹുദ, അനുഭവങ്ങൾ അത്ഭുതങ്ങൾ. ഇത് എഴുതിയ ആളിപ്പോ നിലവിലില്ല, മുങ്ങി നടക്കുക. നോക്കിങ്ങള്, അനുഭവങ്ങൾ അത്ഭുതങ്ങൾ. സ്ത്രീകളെ, അത്ഭുതങ്ങൾക്ക് ഇവിടെ വിലയില്ല. ഞാനെന്ന് എഴുതിയത് അന്നും ഇന്നും ഞാൻ അന്ധനാണ്, പൊട്ടനാണ്, എനിക്ക് വിവരമില്ല എന്നല്ലേ ഈ പറയുന്നത്. ഇങ്ങനെ ആരോ ബുക്ക് എഴുതിനോ? നൂറാബീബ് തങ്ങൾ വരെ എഴുതിയില്ല ഇങ്ങനെ, അല്ലേ? ഇനിതാ അതിനപ്പുറത്ത് സ്വലാത്ത് നഗറിന്റെ അത്ഭുത ഫലങ്ങൾ. എന്താ പല കഥ? ചൂഷകന്മാര് പല പോലെ ആരാ? അന്ന് പറഞ്ഞ 1-2 പ്രസംഗം ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്ക്, മറന്നിട്ടുണ്ടാവും അയാള്. അതിന് മുമ്പ് അവിടെ തന്നെ പറഞ്ഞു ഒന്നുണ്ടല്ലോ, ആ പാട്ടൊന്ന് കേൾക്കേണ്ടിയുണ്ട്. ഇയാളെ അത്ഭുതത്തിന് വില ഇല്ലാറിന് അതേ സ്റ്റേജിലുണ്ട് മറ്റേ മൂലയരുണ്ടല്ലോ, സൈറു സുലൂക്ക്, നേരെ 2ാം ദർസിൽ ഔലിയാകണ അയാൾ വന്നൊരു പാട്ട് പാടിയുണ്ട് കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച്. അത്ഭുതം കണ്ടു ഞങ്ങള് സന്തോഷത്തോടെ അൽ അമീനായ മുത്ത് ആവേശത്തോടെ അത്ഭുതം കണ്ടു. എന്താണ് അത്ഭുതം? അൽ അമീനായ മുത്ത്. ആ മുത്തിനെ കണ്ടു. ഈ പ്രസംഗം കഴിഞ്ഞിട്ടാ മറ്റാള് പറയുന്ന അത്ഭുതത്തിന് ഇവിടെ യാതൊരു വിലയുമില്ല.
ഇയാളെ പാട്ടും അത്ഭുതം കണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ എന്നാ പാടുന്നത്. ഒരു സന്തോഷമില്ല, എല്ലാം പോയി. ഇയാളാരെയാണ് പ്രസംഗിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞ നിങ്ങളോട്? അത്ഭുതങ്ങൾ പാടില്ല. ഇയാൾ അത്ഭുതം ഒന്നിനെണ്ണം വെച്ചു കൊടുക്ക്. വെക്കട്ടെ, പ്രസംഗം. ചിലർക്കൊക്കെ വേണ്ടത് കുറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ പ്രകടമായി ആളുകളൊക്കെ എന്നെ വന്ന് വളയണം, എനിക്ക് വന്ന് കൈതരണം, എന്നെ ബഹുമാനിക്കണം, എന്റെ കൈ പിടിച്ച് ചുംബിക്കണമെന്ന ചിന്ത ഈമാൻ കെടുത്തുന്ന ചിന്തയാണ്, ഇഖ്ലാസില്ലാത്ത ചിന്തയാണ്, ആഖിറം നഷ്ടപ്പെടുന്ന ചിന്തയാണ്. എനിക്ക് കുറെ അത്ഭുതങ്ങൾ ഉണ്ടാകണം, ആ അത്ഭുതങ്ങൾ കേട്ട് ആളുകൾ എന്റെ കൈ പിടിക്കണം, എന്നിലേക്ക് ആകർഷിക്കണം. ഈ ചിന്ത ഈമാനില്ലാത്തവന്റെ ചിന്തയാ. ആ പറഞ്ഞത് ഒരു സത്യമാണ്. എപ്പോ കറാമത്ത് പോയിട്ട് കറാമ്പറപ്പ് പോലും ഉണ്ടാക്കാനുള്ള യോഗ്യത ഇല്ലാത്ത ഒരാൾ, കറാമത്തിന്റെ കാഫിന് പോലും അധികാരമില്ലാത്ത ഒരാൾ കറാമത്തും പറഞ്ഞ് നടന്നാൽ അത് ഈമാനില്ലാത്ത പണിയാണ്, യാതൊരു സംശയവുമില്ല. ഇത് ആ പറഞ്ഞു നടന്നിരുന്ന കാലം ഈ അടുത്ത് വരെ, ദാവിയത്ത് സൂഫിയ സജീവമാകുന്നത് വരെ എല്ലാ സ്ഥലത്തുനിന്നും നേർച്ച കിട്ടലും രോഗം മാറലും പ്രസവിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെ പോയി? പ്രസവമില്ല, ഗർഭമില്ല, ഒന്നുമില്ല. എന്തേ പറ്റിയത് നിങ്ങൾക്ക്? എന്തേ പറ്റിയത്? അന്നത്തെ കേട്ടോളി, അന്നത്തെ ആ ആള് കൂടാൻ വേണ്ടി പറഞ്ഞു നടന്ന കാലം വെച്ചു കൊടുക്ക്. സിറാജുൽ ഹുദ സമ്മേളന ദിവസം ഞാൻ സിറാജുൽ ഹുദ അത്ഭുതങ്ങൾ എന്ന പുസ്തകമാണ്. സിറാജുൽ ഹുദ സമ്മേളനത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്നും കല്യാണത്തിന് പോയി തിരിച്ചു വന്ന് 2 വള കാണാൻ മേലുദ്ധരിച്ച പുസ്തകം സമ്മേളന സമാപന ദിവസം രാത്രി വായിക്കുകയും ഞാൻ 313 രൂപ സിറാജിലേക്ക് നേർച്ചയാക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, എന്റെ സഹോദരന്റെ ചെറിയ മകൾ സ്വപ്നത്തിലൂടെ സ്വപ്നം പിശാചല്ലേ? ഒക്കെ പിശാചായി പോയിട്ട് വെറുതെ വിടുക. ഇവന്നെ അപ്പുറത്തുനിന്ന് വേറൊരുത്തനെ എഴുതുമ്പം വായിക്കും. ഇത് പറഞ്ഞിട്ടല്ലേ ആ ബിൽഡിംഗ് മൊത്തം ഉണ്ടാക്കിയത് ഇയാള്. ഇത് പറയാത്ത പ്രസംഗം ഏതാ? എന്നിട്ട് പറയാ അത്ഭുതങ്ങൾക്ക് പിന്നാലെ പോകല്ല, അതിലിവിടെ ഒരു വിഷയമില്ല. ബുക്ക് വരെ ഇറക്കിന്റെ പരസ്യമാണ് ചെയ്ത്. ഈ സ്വർണം അത് കൊടുക്കണ വീഡിയോ വരെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒക്കെ വെക്ക്. വന്നറിയോ, അയാൾക്ക് മക്കളില്ലായിരുന്നു. അപ്പൊ നേർച്ചയാക്കി മക്കൾ ഉണ്ടായി. എന്നിട്ട് സ്വർണം തരാൻ വന്നതാ സിറാജുലുദ്ദീനിലേക്ക്. അയാളെയും സ്വർണ്ണമാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. ഇന്നലെ വന്നതാണ് അയാൾ, നാസിർ. സ്വർണം കൊടുക്കുന്ന വീഡിയോ വരെ നിർമ്മിച്ചിട്ട് അത്ഭുതങ്ങൾ പാടിപ്പറഞ്ഞ് ഇവിടെ മുഴുവനും ആളുകളിൽ നിന്ന് പണം വിഴുങ്ങിയ ഇയാൾ എങ്ങനെ അത്ഭുതങ്ങളെ കുറിച്ച് പറയാൻ എന്താ അധികാരം? അത്ഭുതങ്ങളുണ്ട്, മുഅ്ജിസത്തുകളുണ്ട്, കറാമത്തുകളുണ്ട്. അത് ബിൽഡിങ്ങിനല്ല, അത് വ്യാജനല്ല, നിയൽവാദിക്കല്ല. ഏറ്റവും വലിയ മുഅ്ജിസത്ത് പ്രകടിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയും, അതിവിടെ പറയാൻ അധികാരമുണ്ട്. അതാ മങ്കൂസ് മൗലിദ്. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറാ ശഹിദത് ബിസുഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളിൽ നിന്ന് പ്രകടമായ അത്ഭുതങ്ങൾ എത്രയാണ്, ദൃഷ്ടാന്തങ്ങൾ എത്രയാണ്. അസൂയാലുക്കൾ വരെ അതുകൊണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വലിയ വലിയ തന്നെ ഉണ്ടായിട്ടുണ്ട്. അൽബദുറു ശുഖബി അംരിഹി വശംസു ഇദ് വറുബതു ലഹു റുദത് ബിഗൈരി തറദ്ദുദി. ചന്ദ്രനെ 2ആയി പിളർത്തിയിട്ടുണ്ട്. ആ കൈ കൊണ്ടൊന്ന് ചൂണ്ടിയപ്പോൾ അസ്തമിച്ച സൂര്യൻ മടങ്ങി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇശാറത്താക്കിയപ്പോൾ വൽവഹ്ശു വല്ലശിജാറു ഖസ്സജദതു ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി. അതെ, വലിയ വലിയ മരങ്ങൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഓടി വന്ന് സുജൂദ് ചെയ്തിട്ടുണ്ട്. കാട്ടുജീവികൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. കല്ലുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ പേമാരിയാണ് ഓരോ ദിവസവും മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് പിന്നെ ലോകത്ത് പ്രകടിപ്പിച്ചവരാ മശായിഖ്. അത് ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ഉന്നതമായി പ്രകടിപ്പിച്ച ഞങ്ങളെ നേതാവാണോ ശൈഖുൽ മശായിഖ് ഖുത്ബുൽ ആലം ശൈഖ് മടവൂർ. ആ മടവൂര് ശൈഖുനയുടെ കറാമത്ത് ഇവിടെ പറഞ്ഞപ്പോ
അത് നിർത്താൻ വേണ്ടി ആയിരക്കണക്കിന് നിബന്ധനകൾ വെറുതെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നീ പറഞ്ഞു നടക്കല്ലേ, അത്ഭുതം പറയാൻ പാടില്ല. ആദ്യം സിറാജുൽ ഹുദ അടിച്ചു പൊളിക്കൂ, അതിന്റെ കല്ലുകൾ കൊണ്ടുപോയി തോട്ടിലെറിയൂ, എന്നിട്ട് പറയൂ അത്ഭുതം പറയരുതെന്ന്. ആളുകളെ പറ്റിക്കുന്നതിനില്ലേ ഒരു അതിര്? എന്ത് പറ്റി നിങ്ങൾക്ക്?